ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത് കോറൽ ഡ്രോയിൽ എങ്ങനെയാണ് പിക്ചർ, ടെക്സ്റ്റ്, അതുപോലെ ബ്രഷ് സ്ട്രോക്ക്, ഷേപ്പ് എന്നിവയ്ക്കുള്ളിൽ ഇൻസേർട്ട് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ആദ്യം നമുക്കൊരു ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ടെക്സ്റ്റിനുള്ളിൽ നമുക്ക് പിക്ചർ ഇൻസേർട്ട് ചെയ്യാം. അറേഞ്ച് ചെയ്ത് വെക്കുക. ഫയലിൽ ഇമ്പോർട്ടിൽ വന്ന ശേഷം പിക്ചർ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുക. ഇനി ഈ പിക്ചർ ഈ ടെക്സ്റ്റിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്ന ഓപ്ഷൻ എഫക്റ്റിൻ്റെ അകത്ത് പവർ ക്ലിപ്പ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതിൻ്റെ അകത്ത് പ്ലേസ് ഇൻസൈഡ് കണ്ടെയ്നർ. ഇനി നമ്മൾ ഈ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് ആ പിക്ചർ ഈ ടെക്സ്റ്റിനുള്ളിലേക്ക് ഇൻസേർട്ട് ആയതായിട്ട് കാണാൻ പറ്റും. ഇനി എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഫക്റ്റിൻ്റെ അകത്ത് പവർ ക്ലിപ്പിൻ്റെ അകത്ത് എക്സ്ട്രാക്റ്റ് കണ്ടൻറ്റ്, എഡിറ്റ് കണ്ടൻറ്റ് ഓപ്ഷൻ കാണാൻ പറ്റും. ഈ എഡിറ്റ് കണ്ടൻറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ പിക്ചറിനെ മൂവ് ചെയ്ത് ഇങ്ങോട്ടൊക്കെ വെക്കാം. അതുപോലെ തന്നെ വലുപ്പം അഡ്ജസ്റ്റ് ചെയ്യണം, അങ്ങനെ ചെയ്യാം. കറക്റ്റാക്കി വെച്ച ശേഷം ഒന്നുകിൽ ഈ താഴെ കാണുന്ന ഫിനിഷ് എഡിറ്റിംഗ് ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ എഫക്റ്റിൻ്റെ അകത്ത് പവർ ക്ലിപ്പിൻ്റെ അകത്ത് ഫിനിഷ് എഡിറ്റിംഗ് ദിസ് ലെവൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ഇനി ഇത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഫക്റ്റിൻ്റെ അകത്ത് പവർ ക്ലിപ്പിൻ്റെ അകത്ത് എക്സ്ട്രാക്റ്റ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും സെപ്പറേറ്റ് ആവുന്നതാണ്. നെക്സ്റ്റ് നമുക്കൊരു ഷേപ്പ് വരച്ച ശേഷം അതിൻ്റെ അകത്തോട്ട് ഈ പിക്ചർ ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ഇത് ഡിലീറ്റ് ചെയ്യുന്നു. ഇവിടെ നിന്ന് ഷേപ്പ് എടുത്ത് വരയ്ക്കുക. ഇനി പിക്ചർ സെലക്ട് ചെയ്ത ശേഷം എഫക്റ്റിൻ്റെ അകത്ത് പവർ ക്ലിപ്പിൻ്റെ അകത്ത് പ്ലേസ് ഇൻസൈഡ് കണ്ടെയ്നർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി എഡിറ്റ് കണ്ടൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം പിക്ചറിനെ ആവശ്യാനുസരണം സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ താഴെ കാണുന്ന ഫിനിഷ് എഡിറ്റിംഗ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ബ്രഷൊക്കെ യൂസ് ചെയ്ത് വരയ്ക്കുന്ന സ്ട്രോക്സിനുള്ളിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനാദ്യം തന്നെ എക്സ്ട്രാക്ട് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്നു. എക്സ്ട്രാക്റ്റ് കണ്ടൻറ്റ് കൊടുക്കുന്നു. രണ്ട് സെപ്പറേറ്റ് ആയി കഴിഞ്ഞു. ഇനി ഇവിടെ ഒന്ന് ബ്രഷ് ടൂൾ എടുക്കുക. ഞാനിവിടെ ഒന്ന് ഈ ബ്രഷ് എടുക്കുന്നു. ഈ പിക്ചർ സെലക്ട് ചെയ്യുക. ഇങ്ങനെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആവത്തില്ല. നമുക്കൊന്നുകൂടെ എഡിറ്റ് ചെയ്ത് നോക്കാം. കാരണം ഇത് ബ്രഷിൻ്റെ ഒരു സ്ട്രോക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. വീണ്ടും ബ്രഷ് ടൂൾ എടുത്ത് ഞാൻ പുതിയൊരു ബ്രഷ് സ്ട്രോക്ക് വരയ്ക്കുന്നു. അതിൻ്റെ സൈസ് നിങ്ങൾക്ക് ആവശ്യാനുസരണം പ്രോപ്പർട്ടി പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ചെയ്യേണ്ടത് ആ ബ്രഷ് സ്ട്രോക്ക് സെലക്ട് ചെയ്ത ശേഷം അറേഞ്ചിൽ ബ്രേക്ക് കർവ് അപ്പാർട്ട് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എഫക്റ്റിൻ്റെ അകത്ത് പവർ ക്ലിപ്പ് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെയാണ് കോറൽ ഡ്രോയിൽ ഈ എഫക്റ്റ് ചെയ്യുന്നത്. കോറൽ ഡ്രോയുടെ ബാക്കി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടൂൾ, ഡീറ്റെയിൽ, എഫക്റ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ആ വീഡിയോ കാണുക. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തുടർന്നും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആകുന്നതായിരിക്കും. ഓക്കെ, താങ്ക്